അബൂ ഹുറൈറ പറയാണ്, ഒരിക്കൽ ഉത്തിയ ഇല റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ബിസക്രാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഒരു ലഹരി ബാധിതനെ കൊണ്ടുവന്നു. ഒരു മദ്യപിച്ച് ലക്ക് കെട്ട അവസ്ഥയിലാണ് ഉള്ളത്, ലഹരി ബാധിച്ച് കൊണ്ടുവന്നു. അങ്ങനെ ആളുകൾ അയാളെ അടിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ബക്കിതൂഹു എന്നാണ്. ബക്കിതൂഹ്, അയാളെ ഗുണദോഷിക്കും എന്നാണ്. എന്താ ഈ ബക്കിത്തു? അത് സഹാബത്ത് പ്രാക്ടിക്കലാക്കിയതിൻ്റെ ഉദാഹരണം കാണാം. അള്ളാഹുവിൽ തഖ്വയുള്ളവനാകുന്നില്ലേ ചോദ്യരൂപത്തിലാണ്. പടച്ചോനെ പേടിക്കണില്ല, അള്ളാഹിനെ പേടിക്കണില്ലേ? അമസ്തഹ്യൈത മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ വിഷയത്തിൽ നിങ്ങൾക്ക് ലജ്ജല്ലേ? മദ്യപിച്ച് തിരുസവിധത്തിൽ വരിക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ലജ്ജല്ലേ? അമത്തഖൈതല്ല, അള്ളാഹുവിൽ തഖ്വയുള്ളവനല്ലേ നിങ്ങൾ? അമാ ഖശീതല്ല, അള്ളാഹുവിൽ നിങ്ങൾക്ക് ഖശിയത്ത് പേടിയില്ലേ? ഇതൊക്കെ പറയാൻ പറഞ്ഞു. ചിലർ പറഞ്ഞത് അഖ്സാഹുല്ലാഹ്, അള്ളാഹു ഇവനെ മാനം കെടുത്തട്ടെ എന്നാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഇടപെട്ടിട്ട് പറഞ്ഞു, അതല്ല പറയേണ്ടത്. പിന്നെയോ എല്ലാവരോടും പറയാൻ പറഞ്ഞ് ആ മദ്യപാനിക്ക് വേണ്ടി അല്ലാഹുമ്മ ഗ്ഫിർ ലഹു അല്ലാഹുമ്മ അർഹംഹു, അള്ളാഹുവേ ഇഗ്ഫിർ ലഹു, ഇയാൾക്ക് പുറത്തു കൊടുക്ക്. അല്ലാഹുമ്മ അർഹംഹു, അള്ളാഹുവേ ഇയാളോട് നീ കരുണ കാണിക്ക്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഒരു മദ്യപാനിയുടെ വിഷയത്തിൽ അവിടെ സഹാബത്തിനെ പഠിപ്പിക്കേണ്ടായത്. ഉമർ റളിയല്ലാഹു തആല ഇതിന് സമാനമായ മറ്റൊരു സംഭവം. തിരുനബിയുടെ കാലത്ത് ഒരു വ്യക്തി, അയാളുടെ പേര് അബ്ദുള്ള എന്നായിരുന്നു, വിളിപ്പേര് ഹിമാർ എന്നായിരുന്നു. വിളിപ്പേര് ഹിമാർ, പേര് അബ്ദുള്ള. ഹിമാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വിചാരിക്കും, കഴുത എന്നുള്ള അർത്ഥം പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അതൊരു നമ്മളുടെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ വായിക്കപ്പെടുന്നതാണ്. അതില്ല എങ്കിൽ ഹിമാർ എന്ന് പറഞ്ഞെങ്കിൽ ഇപ്പോൾ അമവി ഭരണാധികാരി, അവസാനത്തെ ഭരണാധികാരി, അമവികളുടെ അവസാനത്തെ ഹിജ്റാബ്ദം 132 അമവികളുടെ ഭരണം ഒടുങ്ങുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ അമവി ഭരണാധികാരി മർവാൻ ഇബ്നു മുഹമ്മദ് ഇബ്നു മർവാൻ ഇബ്നുൽ ഹക്കം ഇബ്നുൽ അബിൽ ആസ്, ഈ മർവാൻ ഇബ്നു മുഹമ്മദ് എന്ന് പറയുന്ന അവസാനത്തെ അമവി ഭരണാധികാരിയുടെ വിളിപ്പേര് ഹിമാർ എന്നായിരുന്നു. അതെന്തിനാ? അത് അയാളുടെ ക്ഷമയാണ്. ശരിക്കും നല്ല ശക്തമായ ദൃഢഗാത്രം, ക്ഷമാലുവായിരുന്നു. അതുകൊണ്ട് തന്നെ ശക്തമായ പോരാട്ട വീര്യമുള്ളവൻ. യുദ്ധത്തിൽ ക്ഷമാലുവായി പിടിച്ചു നിൽക്കുകയും കരുത്ത് തെളിയിക്കുകയും ചെയ്യുന്ന വ്യക്തിയായിരുന്നു ആര്? ഈ മർവാൻ ഇബ്നു മുഹമ്മദ്. അതുകൊണ്ടാണ് അയാൾക്ക് ആ ഒരു ക്ഷമിച്ച് പിടിച്ചു നിൽക്കാനുള്ള ആ ഒരു പ്രത്യേകത കാരണത്താലാണ് ഹിമാർ എന്ന് വിളിപ്പേര് വന്നത് ചരിത്രത്തിൽ. ആ അർത്ഥത്തിലാണ്, അല്ലാതെ ഒരു ദൂഷ്യ ഭാഷയിലല്ല. ഏതായാലും ഈ ഹിമാർ എന്ന് വിളിപ്പേരുള്ള വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് കൊണ്ടുവരപ്പെട്ടു. അയാൾ മദ്യപിച്ചതിൻ്റെ പേരിൽ അയാൾക്ക് ശിക്ഷ നടപ്പിലാക്കപ്പെട്ടിരുന്നു. മുമ്പ് മദ്യപിച്ചു, അതിനാൽ ശിക്ഷ നടപ്പിലാക്കപ്പെട്ടിരുന്നു. പിന്നെ അയാൾ കൊണ്ടുവരപ്പെട്ടു, പിന്നെയും കൊണ്ടുവരപ്പെട്ടു. അപ്പോൾ ചിലർ അയാളെ ശപിച്ചു. ലഅനഹുല്ലാഹ് മാ അക്സറ മാ യുഅ്താ ബി, ഇവൻ അള്ളാഹു ശപിക്കട്ടെ, എത്ര പ്രാവശ്യമാണ് ഇയാൾ ഈ തെറ്റ് ചെയ്തിട്ട് കൊണ്ടുവരപ്പെടുന്നത്. അതാണ് അയാളെക്കുറിച്ച് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഇടപെട്ട് എന്നിട്ട് പറഞ്ഞത്, ലാ തുഈനു ശൈത്താന അലാ അഖീക്കും, നിങ്ങളുടെ സഹോദരൻ ഇയാൾക്കെതിരിൽ നിങ്ങൾ ഷെയ്ത്താനെ സഹായിക്കരുത്. ഷെയ്ത്താൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇയാൾ ശപിക്കപ്പെടണം എന്നുള്ളതാണ്, ഇയാൾ നിന്ദ്യനും അധിക്ഷിപ്തനാകണം എന്നുള്ളതാണ്. ഷെയ്ത്താനാണ് അതാണ് ഉദ്ദേശിക്കുന്നത്. അതിനാണ് ഷെയ്ത്താൻ ഇയാളെ പ്രേരിപ്പിച്ച് മദ്യപിപ്പിക്കുന്നത്. നിങ്ങൾ നേരിട്ട് ഇയാളെ ശപിച്ചിട്ടുണ്ടെങ്കിൽ എന്തായി? ഷെയ്ത്താൻ എന്താണ് ഉദ്ദേശിക്കുന്നത് അയാളിൽ, അത് നിങ്ങൾ പെട്ടെന്ന് നേടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്, ഷെയ്ത്താനെ സഹായകമാക്കുകയാണ്. അതുകൊണ്ട് ലാ തുഈനു ശൈത്താന അലാ അഖീക്കും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, വല്ലാഹി മാ അലിംതു ഇന്നഹു യുഹിബ്ബുല്ലാഹ വ റസൂലഹു, ഈ വ്യക്തി അള്ളാഹുവേയും അള്ളാഹുവിൻ്റെ റസൂലിനെയും ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഞാൻ അയാളുടെ വിഷയത്തിൽ മനസ്സിലാക്കിയത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ അറിയിക്കുകയുണ്ടായി. നമുക്കറിയാം മദ്യപാനം ഇസ്ലാമിൽ എത്ര വലിയ തെറ്റാണ്. മദ്യപാനിക്ക് ഇവിടെ ശിക്ഷ ഉണ്ട്. റസൂലുള്ളാഹിൻ്റെ കാലത്ത് 40 അടി ശിക്ഷ ഭൗതികമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. ഉമറിൻ്റെ കാലത്ത് അത് 80 അടിയാക്കി. മദ്യപിച്ചവർ അപവാദം പറയും, അതുകൊണ്ട് അപവാദത്തിനുള്ള ശിക്ഷ എന്ന നില കൂടി 80 അടിയായി. മദ്യപാനി
പരലോകത്തെത്തിയിട്ടുണ്ടെങ്കിൽ തീനത്തുൽ ഖബാലാണ് മദ്യപാനിക്കുള്ള ശിക്ഷ. തീനത്തുൽ ഖബാൽ, നരകത്തിയിൽ. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നഊദു ബില്ലാഹ്. നരകവാസികളുടെ വ്രണങ്ങളിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന ദ്രവമാണ് ഈ തീനത്തുൽ ഖബാൽ. അവിടെ സ്വർഗാർക്ക് അള്ളാഹു ഒരുക്കിയ വിശിഷ്ട പാനീയങ്ങൾ മദ്യപാനിക്ക് നിഷിദ്ധാണ്. അപ്പോൾ കടുത്ത അപരാധമാണ് മദ്യപാനം എന്നുള്ളത്. അതിൽ ലാഘവത്തോ അല്ലെങ്കിൽ അത് നിസ്സാരവൽക്കരിക്കപ്പെടലല്ല ഇത്. പക്ഷേ അദ്ദേഹം ഒരു തെറ്റ് അയാളിൽ നിന്ന് വന്നു പോയി, അയാൾ അതിൽ പരീക്ഷിക്കപ്പെട്ടു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ അയാൾ എങ്ങനെയാണ് ചികിത്സിക്കപ്പെട്ടത്? ഇമാം അഹ്മദ് മുസ്നദിൽ നിവേദനം ചെയ്യുന്ന, നമ്മളൊക്കെ എപ്പോഴും കേൾക്കുന്ന ഒരു സംഭവം, അബൂ ഉമാമ സുദയ്യ് ഇബ്നു അജ്ലാൻ അൽ ബാഹിലിൽ തന്നെ നിവേദനം ചെയ്ത മറ്റൊരു സംഭവത്തിൽ, അത്തൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫതൻ ഷാബുൻ എന്നാണ്, ഒരു യുവകോമളൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നു എന്ന് പറയുന്ന സംഭവം. ആ യുവകോമളൻ്റെ മേത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ ഷറഫാക്കപ്പെട്ട കൈ വെച്ചിട്ട് നിർവഹിച്ച ദുആ എല്ലാവരും കൊതിച്ചു പോകുന്ന ദുആയാണ്. അല്ലാഹുമ്മ ഗ്ഫിർ ദംബഹ് വഹസ്സിൻ ഫർജഹ് വതഹ്ഹിർ ഖൽബഹ്. അള്ളാഹുവെ തെറ്റ് പുറത്തു കൊടുക്ക്, അയാളുടെ സൂക്ഷ്മാവയവം അതിനെ പരിശുദ്ധമാക്ക്, ഹൃദയത്തെ ശുദ്ധീകരിക്കുക. ആരാണ് ആഗ്രഹിക്കാത്ത ഈ ഒരു ദുആക്ക്? തെറ്റ് പൊറുക്കപ്പെടാൻ, ശരീരാവയവങ്ങൾ, ലൈംഗികാവയവം പവിത്രമായി സൂക്ഷിക്കപ്പെടാൻ, സംരക്ഷിക്കപ്പെടാൻ, മനസ്സ് ശുദ്ധമാകാൻ. അതിനുവേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മേത്ത് കൈവച്ചിട്ട് ഒരു യുവാവിന് വേണ്ടി, യുവകോമളന് വേണ്ടിയിട്ട് ദുആ ചെയ്ത സംഭവം. എന്താ അതിൻ്റെ കാരണം? അതിൻ്റെ സന്ദർഭം എന്താ? ഈ ദുആൻ്റെ സന്ദർഭം, ഈ വ്യക്തി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, യാ റസൂലല്ലാഹ്, യാ നബി അല്ലാഹ്, ഇദ്ദൻ ലി ബിസ്സിന, എനിക്ക് വ്യഭിചരിക്കാൻ സമ്മതം തരുമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നിട്ട് ചോദിക്കുകയാണ്. അപ്പോൾ സഹാബത്ത് തിരുസവിധത്തിലുണ്ട്, അതുകൊണ്ട് തന്നെ കാണാം സജറൂഹു എന്നാണ്. സഹാബത്ത് ഒന്നടങ്കം അയാളെ വിരട്ടി പേടിച്ചു. മിണ്ടല്ലേ, നിർത്ത് എന്ന് അവർ ഗർജിച്ചു എന്നാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നിട്ടാണ് ജനസമക്ഷം ഈ മനുഷ്യൻ, ഈ യുവാവ് പറയുന്നത് ഏതല്ലി ബിസിന. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ ചെയ്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ആ യുവാവിനോട് ഊദുനു, അടുത്ത് വരാൻ പറഞ്ഞു. ഹദീസിൽ കാണാം ഫദനാ മിൻഹു വജലസ്, അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അടുത്ത് വന്നിരുന്നു എന്നാണ്. അടുത്ത് വന്നിരുന്നു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാൾ കൈ വെച്ചിട്ട് ഇപ്രകാരം ദുആ ചെയ്തത്. അത്ര അടുത്ത് വന്നിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളോട് ചില ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങളിൽ എന്താ? ആ തുഹിബ്ബുഹു ലി ഉമ്മിക്, ഈ നിങ്ങൾ സമ്മതം ചോദിച്ച വ്യഭിചാരം അത് നിങ്ങളുടെ ഉമ്മാക്ക് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഉമ്മയെ ഒരാളങ്ങനെ ചെയ്യുന്ന, അല്ലാഹു നമ്മളെ കാക്കട്ടെ, ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്നുണ്ടോ ചോദിക്കുകയാണ്. അപ്പം അയാൾ പറയും ലാ വല്ലാഹ് ജഅലനി അല്ലാഹു ഫിദാക്. അയാൾ പറയണ ഇല്ല, ഒരിക്കലും, അള്ളാഹുവാണ് സത്യം, എൻ്റെ മാതാവിന് ഞാൻ അത് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് വലന്നാസ് ലാ യുഹിബ്ബൂന ലി ഉമ്മഹാതിഹിം, ജനങ്ങളൊക്കെ അങ്ങനെയാണ്, ആരും ആരുടെ ഉമ്മാക്കും ഇത് ഇഷ്ടപ്പെടില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത ചോദ്യം അതുഹിബ്ബുഹു ലി ഇബ്നതിക്, നിൻ്റെ മകൾക്ക് നീ ഇത് ഇഷ്ടപ്പെടുന്നുണ്ടോ? അപ്പോഴും അയാൾ അതേപോലെ പ്രതികരിച്ചു ലാ വല്ലാഹ് ജഅലനി അല്ലാഹു ഫിദാക്. അപ്പോൾ വലന്നാസ് ലാ യുഹിബ്ബൂന ലി ബനാതിഹിം. അപ്പോൾ അടുത്ത ചോദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുഹിബ്ബുഹു ലി ഉഖ്തിക്, നിൻ്റെ പെങ്ങൾക്ക് നീ ഇത് ഇഷ്ടപ്പെടുന്നുണ്ടോ? പെങ്ങളിത് ചെയ്യാൻ, അല്ലെങ്കിൽ പെങ്ങളെ ഇത് ചെയ്യാൻ? അപ്പോൾ വീണ്ടും അയാൾ ലാ വല്ലാഹ് ജഅൽനി അല്ലാഹു ഫിദാക്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളോട് വലന്നാസ് ലാ യുഹിബ്ബൂന ലി അഖവാതിഹിം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്ത ചോദ്യം അതുഹിബ്ബുഹു ലി അമ്മതിക്, നിൻ്റെ പിതൃ സഹോദരിമാർ അവർക്ക് നീ ഇത് ഇഷ്ടപ്പെടുന്നുണ്ടോ? അപ്പോൾ അദ്ദേഹം ഇല്ല എന്ന ഈ രീതിയിൽ തന്നെ പ്രതികരിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുഹിബ്ബുഹു ലി ഖാലതിക്, നിൻ്റെ മാതൃ സഹോദരി അവർക്ക് ഇത് നീ ഇഷ്ടപ്പെടുന്നുണ്ടോ? അപ്പോൾ അയാൾ അവിടെയും ലാ വല്ലാഹ് ജഅൽനി അല്ലാഹു ഫിദാക്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതുപോലെയാണ് ജനങ്ങൾ, ലാ യുഹിബ്ബൂന ലി ഖാലാതിഹി. എന്നിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാൾ ആ ചെയ്ത അപരാധം നോക്കൂ നിങ്ങൾ, എത്ര കടുത്ത അപരാധം. ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര കടുത്ത ഭാഷയിലാണ് വ്യഭിചാരത്തോട് അടുക്കരുത് എന്നല്ല പറഞ്ഞ്, വ്യഭിചരിക്കരുത്, അടുത്തു പോകാൻ പാടില്ല, അങ്ങനത്തെ ഒരു അപരാധം, അതിനെനിക്ക് സമ്മതം തരുമോ എന്ന് ജനസമക്ഷം ചോദിക്കുന്ന ഒരു യുവാവ്, ഫതൻ ഷാബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളെ ഈ രീതിയിൽ ട്രീറ്റ് ചെയ്ത്, എന്നിട്ട് കൈവച്ച്, എന്നിട്ട് അല്ലാഹുമ്മ ഗ്ഫിർ ദംബഹ് വഹസ്സിൻ ഫർജഹ് വതഹ്ഹിർ ഖൽബഹ്, ഈ 3 ദുആ നിർവഹിച്ച് വിട്ടു. അബൂ ഉമാമ സുദയ്യ് ഇബ്നു അജ്ലാൻ പറയാണ്, ആ യുവാവ് പിന്നെ
ഒരു തെറ്റിലേക്കും തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നാണ്. ഒരു തെറ്റിലേക്കും, ഇത് മാത്രമല്ല, പിന്നെ ഒരു തെറ്റിലേക്കും തിരിഞ്ഞു നോക്കിയിട്ടില്ല, അவ்விധം ആ യൗവനം പരിവർത്തിക്കപ്പെട്ടു എന്നാണ്. തന്നെ ബീന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദിയിൽ നമ്മൾ വായിക്കുന്ന മാതൃകകൾ, മഹിത മാതൃകകൾ.